ധാരാളം കൊത്തുപണികളൊക്കെ കൊണ്ട് വളരെ മനോഹരമാക്കി ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റെയറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് കണ്ട പാനലിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു കൊത്തുപണികൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ലാൻഡിങ് പൊസിഷനിൽ ഇവിടെ ഒരു ചെറിയ ഒരു പുറത്തേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ വാസ്തുശാസ്ത്ര പ്രകാരം നേർരേഖയിൽ വരുന്നിടത്ത് 2 വാതിലുകൾ ഉണ്ടാവണം എന്ന കൺസെപ്റ്റിലാണ് അവിടെയും ഇവിടെയും ഓരോ വാതിലുകൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് എല്ലാം തന്നെ നമ്മൾ പിന്നെ തടിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ബേസ് നമ്മൾ കോൺക്രീറ്റ് സ്റ്റെപ്പ് അടിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് മരം പൊതിഞ്ഞ് അതിനെ നമുക്ക് പാനലിംഗ് കൂടെ ചെയ്ത് നേരെ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് കയറുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചാരുപടിയാണ്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ചാരുപടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ താഴെ കണ്ട നടുമുറ്റത്തിന് മുകളിലേക്കുള്ള റീജിയൻ വളരെ ഭംഗിയായിട്ട് ഇവിടെ യൂട്ടിലൈസ് ചെയ്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെയെല്ലാം കണ്ടതുപോലെ ഇവിടെയും ധാരാളം കൊത്തുപണികളൊക്കെ കൊണ്ട് വളരെ മനോഹരമായി തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹോം തിയേറ്റർ ഉണ്ട്, 2 ബെഡ്റൂമുകളുണ്ട്, ഒരു ഓഫീസ് റൂം ഉണ്ട്.
എല്ലാവിധ പോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസും യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഹോം തിയേറ്റർ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ ഒരു റൂമിൻ്റെ ഒരു ആഡ് ഓൺ ആണ് ഇവിടെ കാണുന്ന ഈ ഒരു മിനി ബാർ. അതായത് ഈ മിനി ബാറും ഹോം തിയേറ്ററും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു റൂം ആണെങ്കിൽ ഒരേ സമയത്ത് ഒരു റീഫ്രഷ്മെൻറ്റ് ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആയിട്ടോ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ റിലാക്സിങ് ഏരിയ ആയിട്ടും യൂസ് ചെയ്യാം. സോ അതിനായിട്ട് വലിയ റിക്ലൈനർ സോഫാസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിൻ്റെ ഫീൽ ആൻഡ് മൂഡ് അല്ലെ ആംബിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള വോൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡൗൺ ലൈറ്റിംഗ് എല്ലാമാണ് യൂസ് ചെയ്തത്. താഴത്തെ ലിവിങ് ഹാളിൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു വേറൊരു ലിവിങ് സ്പേസാണ് മുകളിലുള്ളത്. ആ ലിവിങ് സ്പേസിനെ താഴത്തു നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഫർണിച്ചറിൻ്റെയൊക്കെ സ്റ്റൈല് മാറ്റി അത് ആ രീതിയിലോട്ട് നമുക്ക് അവിടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ലിവിങ് സ്പേസിൽ അതിൻ്റെ സീലിംഗ്, അവിടെ ഒരു സീലിംഗ് വുഡൻ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ അതിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചെറിയൊരു ബാൽക്കണിയാണ്. ആ ബാൽക്കണി ഈ വീട്ടിൻ്റെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ആകർഷണ കേന്ദ്രം ആയി മാറത്തക്ക രീതിയിൽ അതിൻ്റെ ഒരു ഡോറും, കൊത്തുപണിയോടുകൂടിയ ഡോറും അതിനെ കൂടുതൽ നമുക്ക് അട്രാക്ഷനായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. മാസ്റ്റർ ക്രാഫ്റ്റിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീടിന്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.
താങ്ക് യു.